ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ കാർ ഫോർ സെൽ ഗെയിമാണ് കളിക്കാൻ പോണേ. ഇന്ന് പിന്നെ എൻ്റെ ഷോറൂമേ കാലില്ലാട്ടാ. എൻ്റെ ഷോറൂമിൽ ഇഷ്ടം പോലെ കാറുണ്ട്. ഇവിടെ ഒരു റേഞ്ച് റോവർ ഉണ്ട്, ഇവിടെ പിന്നെ ഒരു മെർസിഡസ് ഉണ്ട്, പിന്നെ ഷോറൂമിൻ്റെ അകത്തും വണ്ടികൾ ഉണ്ട് കേട്ടാ. ഇവിടെ ഒരു സൂപ്പർ കാർ ഉണ്ട്. ഈ സൂപ്പർ കാർ പക്ഷേ മോഡിഫൈഡാ. അതിൻ്റെ ടയർ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടെ പിന്നെ ഒരു ഔഡിയുടെ SUV ഉണ്ട്. ടോട്ടൽ 4 കാറാണ് നമ്മുടെ ഷോറൂമിലുള്ളത്. ഞാൻ പിന്നെ ഈ 4 വണ്ടികളെ സെയിലിൽ ഇട്ടുണ്ട് കേട്ടാ. നമുക്കപ്പോൾ ഈ ഷോറൂം ഓപ്പൺ ആക്കാം, എന്നിട്ട് കസ്റ്റമേഴ്സ് വരണ വരെ വെയിറ്റ് ചെയ്യാം. ആരെങ്കിലുമൊക്കെ വന്ന് വണ്ടി മേടിച്ചാൽ മതിയായിരുന്നു. എനിക്ക് പിന്നെ ബില്ലടയ്ക്കാണ്ട്. നമുക്കപ്പോൾ ബില്ലടയ്ക്കാം. അതിപ്പോൾ എത്രയായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഓക്കെ, ബില്ലെങ്ങനെ അടച്ചേക്കാണ്? ഇതെന്തത്? കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ. ഇതെന്തത്? ഈ പെണ്ണിപ്പോൾ കടന്നു വന്നേ, അയാളുടെ വയറ്റിന്നാ. എന്തെങ്കിലും ആട്ടെ. ഈ ചേച്ചി ഇപ്പോൾ ഏതായാലും ഒരു കാർ മേടിക്കാൻ പോവാ. ഈ സൂപ്പർ കാറാന്ന് തോന്നുന്നുണ്ട്. ഈ ചേച്ചി എത്ര പ്രൈസ് പറയണേ? അയ്യേ, 17. ചേച്ചിയെ അത് പോരല്ലോ. 17 പോരാ, ഒരു 21,000. ആ സമ്മയ്ക്ക് 21,000 പറ്റില്ലെന്നാ. എന്നാ പിന്നെ 20 സമ്മയ്ക്ക്. ഓക്കെ. അല്ല, ഏത് വണ്ടി വിറ്റുപോയേ? ഈ സൂപ്പർ കാറല്ലേ? ഓ, മറ്റേ ഔഡിയാണ് വിറ്റുപോയേ. ഇവിടെ മെർസിഡസ് മേടിക്കാനേ 2 ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചേച്ചിയോട് സംസാരിക്കാം. ഇതെത്ര പ്രൈസ് പറയണേ? 1,74,000. അത് കുഴപ്പമില്ലല്ലോ. നമുക്ക് ഈ ചേട്ടനോടും ചോദിച്ചു നോക്കാം. ഇയാളെ കണ്ടിട്ടേ ഒരു ഗുണ്ടേന്ന് തോന്നുന്നുണ്ട്. ഈ ചേട്ടൻ 1,76,000 പറയുന്നുണ്ട്. നമുക്കപ്പോൾ ബാർഗെയിൻ ചെയ്യാം. 2,10,000. ഇത് നല്ല പ്രൈസാണ്. സമ്മയ്ക്ക്. സമ്മതിച്ചില്ലല്ലോ. എന്നാ പിന്നെ 2 ലക്ഷം. 2 ലക്ഷം കുഴപ്പമില്ല, നല്ല പ്രൈസാ. ഓക്കെ, ആ വണ്ടി അങ്ങനെ വിറ്റുപോയി കണ്ടിട്ടാ. നമുക്കപ്പോൾ ഈ ചേട്ടനോട് സംസാരിക്കാം. ഇത് കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുക. ഈ ചേട്ടൻ 69 പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ബാർഗെയിൻ ചെയ്യാം. എത്ര പറയാ? 90 ചോദിച്ചോക്കാം. 90 സമ്മതിക്കോ? ഓ, ഈ ചേട്ടൻ സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ 83,000. ഈ പ്രൈസ് കുഴപ്പമില്ല. അതും സമ്മതിച്ചില്ലല്ലോ. എന്നാ 80 സമ്മതിക്ക്. ഈ പ്രൈസും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 80-ന് ആ വണ്ടി വിറ്റുപോയി. ഇനിയിപ്പോൾ റേഞ്ച് റോവർ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി വിറ്റ് പോയാൽ മതിയായിരുന്നു. ഇവിടെ റേഞ്ച് റോവർ മേടിക്കാൻ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ഈ ചേച്ചി എത്ര പറയണേ? 1,79,000. നോട്ട് ബാഡ് ബട്ട് ചീപ്പ്. 2 ലക്ഷം ചോദിച്ചു നോക്കാം. 2 ലക്ഷത്തിന് വിറ്റ് പോയാൽ മതിയായിരുന്നു. ഓക്കെ, ആ കാർ എങ്ങനെ 2 ലക്ഷത്തിന് വിറ്റ് പോയി. ഇപ്പം നമ്മുടെ കയ്യിൽ 10 ലക്ഷം ഉണ്ട്. 10 ലക്ഷം പ്രോഫിറ്റായി. നമുക്കിനി ഒരു വീട് മേടിക്കണം കേട്ടാ. ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുക. നമുക്കപ്പോൾ പോയിട്ടേ ഒരു വീടങ്ങ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ നെയ്ബർഹുഡിൽ ഒരു വീടൊക്കെ ഉണ്ട്. ഇതാണ് ആ വീട്. ഇത് പിന്നെ ഒരു ചെറിയ വീടാ. നമ്മളെ പിന്നെ ഒറ്റയ്ക്ക് താമസിക്കണേ, അതുകൊണ്ട് ചെറിയ വീട് മതി. ഓക്കെ, ആ വീട് എങ്ങനെ പർച്ചേസ് ചെയ്തേക്കാണ്? $60,000 മാത്രമേ ആയുള്ളൂ. ഈ വീട്ടിൽ പിന്നെ ഒരു ലിവിങ് റൂമുണ്ട്, പിന്നെ ബെഡ്റൂമുണ്ട്. ഇതൊക്കെ മതി. അത്യാവശ്യം വലിയ ബെഡാ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. അങ്ങനെ വീടും കൂടിയും സെറ്റായി. ഇവിടെ പിന്നെ ഒരു കാറൊക്കെ ഉണ്ട്. ഇതൊരു BMW കാറാ. നമുക്ക് തൽക്കാലം ഈ കാറങ്ങ് മേടിക്കാം. 1,30,000 പ്രൈസ് പറയണേ. നമുക്ക് ബാർഗെയിൻ ചെയ്യാം. 1 ലക്ഷം. 1 ലക്ഷത്തിന് വണ്ടി കിട്ടുമോ? കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. എന്നാൽ ചോദിച്ചു നോക്കാം. സമ്മതിച്ചില്ല. എന്നാ പിന്നെ 1,10,000. 1,10,000 ചോദിച്ചു നോക്കാം. അതും അത്ര മോശമല്ല. ഓക്കെ, 1,10,000-ന് ഈ വണ്ടി ഞാൻ മേടിച്ചു. നമുക്ക് ആ വണ്ടി ടോച്ച് ചെയ്യാം. ഇവിടെ പിന്നെ രാത്രി ആയിട്ടാ. നമുക്കിനി വണ്ടികൾ വിൽക്കാൻ പറ്റില്ല. നമുക്കപ്പോൾ കിടന്നുറങ്ങാം നമ്മുടെ പുതിയ വീട്ടിൽ. നമുക്ക് പിന്നെ പ്രോഫിറ്റാണ് കിട്ടിയേക്കണ്. 1,12,000.
ആ ഈ പ്രൈസ് വലിയ കുഴപ്പമില്ല കേട്ടാ. ഇന്ന് പിന്നെ നമ്മുടെ സിറ്റിയിലെ കാർ ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് കേട്ടാ. നമ്മൾ പിന്നെ കുറേ ദിവസമായി കാർ ഓപ്ഷനിൽ കയറിയിട്ട്. നമുക്കപ്പോൾ ഒരു ടിക്കറ്റ് അങ്ങ് എടുക്കാം. നമുക്ക് വേണമെങ്കിലേ സ്വന്തം വണ്ടികൾ കാർ ഓപ്ഷനിൽ വെക്കാൻ പറ്റും. ഞാൻ പക്ഷെ തൽക്കാലം വെക്കണില്ല. നമുക്ക് തൽക്കാലം ഒരു ടിക്കറ്റ് എടുക്കാം, എന്നിട്ട് ആ കാർ ഓപ്ഷനിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നല്ല കാറൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ കാർ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇത് ഏതാ കാറ്? ഇത് ഏതൊരു വില കുറഞ്ഞ കാറാ. നമുക്ക് പക്ഷെ ആ കാറ് വേണ്ട. നമുക്ക് ചീപ്പ് കാറ് വേണ്ട, നമുക്ക് എക്സ്പെൻസീവ് കാറ് മതി. ഇതപ്പോൾ വേറെ ആരെങ്കിലും മേടിച്ചോട്ടെ. ഓക്കെ, ആ കാറിങ്ങനെ 12-ന് വിറ്റ് പോയി കണ്ടിട്ടാ. വേറെ ആള് മേടിച്ചു. ഇതേതാ കാറ്? കിയ കാർണിവല. ഈ കാറ് കുഴപ്പമില്ല ഏട്ടാ. നമുക്ക് പക്ഷേ ഈ കാറ് വേണ്ട. നമുക്ക് വല്ല സൂപ്പർ കാറ് മതി. GTR സൂപ്പറയാ, ആ ഔഡി ആറേറ്റാ, അങ്ങനത്തെ കാറ് മതി. ഇതപ്പോൾ വേറെ ആരെങ്കിലും മേടിച്ചോട്ടെ. കാർണിവൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും വേണ്ട. ആ വണ്ടി ഇങ്ങനെ 43-നാ വിറ്റ് പോയേ. അതും വേറെ ഒരാൾ മേടിച്ചു. ഇവിടെ ഒരു ഔഡിയുടെ കാറ് വന്നു, ഔഡി TT. ഇവർക്കപ്പോൾ ഔഡി R8 കൊണ്ടുവന്നൂടെ? അത് നല്ല കാറായിരുന്നു. ഈ ഔഡി TT നമുക്ക് നൈബർഹുഡിൽ നിന്ന് കിട്ടും. ഇവിടെ നിന്നപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല, നൈബർഹുഡിൽ നമുക്ക് വില കുറവിന് കിട്ടും. ഇനി അവസാനത്തെ കാറ് ഏതാണെന്ന് നോക്കാം. ഓ, ഇതൊരു ചെറിയ കാറാണല്ലോ. എൻ്റെ പൊന്നോ വേണ്ട, ഇവിടെ പേട്ട വണ്ടികൾ മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഷോറൂമിൽ പോവാം. ഞാൻ പിന്നെ നേരത്തെ ഒരു BMW മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ആ BMW സെയിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ വണ്ടിയെ സെയിൽ കിട്ടൂട്ടാ. ഈ വണ്ടിയിൽ പിന്നെ നേരത്തെ ചളി ഉണ്ടായിരുന്നു, അത് നമ്മുടെ എംപ്ലോയി കഴുകി. ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. ആ പറഞ്ഞോളൂ. അപ്പോഴേക്കും കസ്റ്റമർ വന്നു, ഒരു ചേച്ചി വന്നു. ഞാൻ ഈ വണ്ടിയിലേ നല്ല വിലയ്ക്ക് മേടിച്ചേ. നല്ല വിലയ്ക്ക് വിറ്റ് പോയാൽ മതിയായിരുന്നു. ഈ ചേച്ചി എത്ര പറയണേ? 1,94,000. അപ്പോൾ 2,30,000 ചോദിച്ചു നോക്കാം. 2,30,000 സമ്മതിക്കില്ല. എന്നാലും ചോദിച്ചു നോക്കാം. ഈ ചേച്ചി സമ്മതിച്ചാലോ? പറയാൻ പറ്റില്ല. ഏയ് സമ്മതിച്ചില്ല, പ്രൈസ് കുറയ്ക്കാൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ 2,20,000. ഈ പ്രൈസും കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ. ആ BMW കൂടിയും അങ്ങനെ വിറ്റുപോയി. ഷോറൂം അങ്ങനെ വീണ്ടും കാലിയായി. ഈ BMW ഇല്ലേ, ഇത് വിറ്റാലോ എന്ന് ഞാൻ ആലോചിക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ കാർ വിൽക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.